കണ്ട കുരുക്ഷേത്രം. അത് നാലപ്പാടിൻ്റെ ഒരു കവിതയാണ്, ആദ്യകാല കവിതയാണ്. അദ്ദേഹം ഒരു സ്വപ്നത്തിൽ കുരുക്ഷേത്രം കണ്ട ഒരു കഥയാണ് കവിതയായിട്ട് വന്നിരിക്കുന്നത്. മനോഹരമായൊരു വിമാനത്തിലെ ഒരു മഹർഷിയോടുകൂടി ഭാരതഭൂമിയുടെ മുകളിലൂടെ താൻ സഞ്ചരിക്കുകയായിരുന്നു. അതാണ് സ്വപ്നം. തങ്കത്തുടുപ്പാർന്ന നിറം, വിരിമാർ വിരിപ്പായി, പൊൻകമ്പി പോലെ നീണ്ട താടി, ഒത്ത ദേഹം, കവിയിൽ തെളിഞ്ഞ മുഖം. അങ്ങനെ കൺമുന്നിൽ മൗനിയായിരിക്കുന്ന ഒരു മഹാപുരുഷൻ, ഒരു ഋഷി. അതാരെന്നോ നഭസ്സിലോടുന്ന രഥമാരുടേതെന്നോ ഒന്നും കവിക്ക് മനസ്സിലാവുന്നില്ല. ഏതു രാജ്യത്തേക്കാണ് താൻ പോകുന്നതെന്ന് അറിയുന്നില്ല. മഹർഷി തൻ്റെ കയ്യിൽ തൊട്ട് വരിക എന്നൊരാംഗ്യം കാട്ടി. മനുഷ്യരെല്ലാവരും ദൈവത്തെ പിന്തുടർന്നു പോകുന്നത് പോലെ കവി അദ്ദേഹത്തെ ഒരു പാവ പോലെ പിന്തുടർന്നു. തേർവിട്ടിറങ്ങിയപ്പോൾ താൻ എത്തിയത് ഭീകരമായ കുരുക്ഷേത്ര ഭൂമിയിലാണെന്ന് കവി മനസ്സിലാക്കുന്നു. വിയർപ്പൊപ്പി തെല്ലിട അമ്പരന്ന് നിന്ന കവി ഭൂമിയുടെ അലങ്കാരങ്ങളായി, സൽഗുണരത്നങ്ങൾ നിറഞ്ഞ ചെപ്പുകളായി, ജഗത്തിൽ കീർത്തി കേട്ടവരായി, നമുക്ക് മഹേശ്വരന്മാരായി തീർന്ന പുരുഷാഗ്രന്മാർ കിടക്കുന്ന കിടപ്പ് കാണുന്നു. പിന്നെ ഈ കാഴ്ച കാണാനുള്ള ആഗ്രഹത്തോടെ അവിടെ മുഴുവൻ ചുറ്റി നടന്ന് കാഴ്ച മുഴുവൻ കാണാൻ നടക്കുകയാണ്. യുദ്ധക്കളത്തെ മുട്ടുന്നത് പോലെ പൂർണ്ണചന്ദ്രൻ തൂകിയ നിലാവ് നഭസ്സിനെ ചുറ്റി നിൽക്കുന്നു. വിണ്ണ് ആ മൃതശരീരങ്ങൾ കാണരുതെന്ന് കരുതി ഒരു വെള്ളിക്കിണ്ണം കൊണ്ട് ഈശ്വരൻ അതിനെ അടച്ചു വെച്ച പോലെ ദേവന്മാർ ദുഃഖം അനുഭവിക്കാറില്ല. അടച്ചു വെച്ച പോലെ ആണ് നിലാവ് നിൽക്കുന്നത്. അത് ഭൂമിയിലുള്ളവർക്കതാണ് ദുഃഖമൊക്കെ, ദേവന്മാർക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് അത് കാണണ്ടാച്ചിട്ട് മൃതശരീരങ്ങളുടേതായ ഒരു കടൽ, അറ്റമില്ലാത്ത ആ കടൽ ചന്ദ്രികയിൽ വിജൃംഭിക്കുന്നത് കണ്ടാൽ അത് കടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. തനിക്ക് മുമ്പും മൃതരായ പൂർവികരുടെ ചരിത്രം പഠിച്ചിട്ടുള്ള ആർക്കും ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യക്തമാകും. പലിയോലിത്തിക് കാലം മുതലുള്ള നമ്മുടെ പൂർവികരുടെ ചരിത്രം പഠിക്കുന്ന എനിക്കിത് വളരെ വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. മുമ്പുള്ളവരൊക്കെ എത്രയോ ആൾക്കാർ വന്നു, ഈ രാജ്യത്ത് ജീവിച്ചു പോയി, നമ്മളും അത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ളൊരു സാധനം നല്ലതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം മൃതിയിൽ നിന്നാണ് അനശ്വരത്വം ഉണ്ടായിട്ടുള്ളത്. മൃത്യുവിൽ നിന്ന് അമൃതത്വം ഇതൊരു സ്വപ്ന രൂപത്തിൽ നേരത്തെ കവി കാണുന്നു. പിന്നീടാണ് അത് കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടാണ് പ്രിയപത്നി മരിക്കുമ്പോൾ മഹത്വമേ മൃത്യുവിൽ നിന്നെനിക്കെന്ന അനശ്വരത്വത്തെ എടുത്തുകാട്ടുമെന്ന് കവിയെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ദുർവിധി നേരത്തെ കണ്ടിട്ടാവാം യോഗ്യനായ ആ മഹർഷി നീ മാത്രമല്ല, നിൻ്റെ ഉറ്റവർ മാത്രമല്ല, ലോകത്തിൽ മഹാന്മാരായ എല്ലാവരും മരണസമുദ്രത്തിൽ കടന്നു ചെന്നേ പറ്റൂ എന്ന് നേരത്തെ സ്വപ്ന ദർശനം നൽകിയത്. ബുദ്ധനെ ബുദ്ധനാക്കിയത് ദാരിദ്ര്യം, രോഗം, മരണം എന്നിവയെക്കുറിച്ചുള്ള നിരന്തര ചിന്തയാണ്. നാലപ്പാടൻ ദാരിദ്ര്യവും മരണദുഃഖവും അനുഭവിച്ചു. രോഗം അദ്ദേഹത്തെ വാർദ്ധക്യത്തിലേ പിടികൂടിയിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ നിരന്തരമായ ചിന്തനം കൊണ്ട് അദ്ദേഹം മഹത്വം ആർജിച്ചു കഴിഞ്ഞിരുന്നു. ആനകളും കുതിരകളും അവരുടെ യജമാനന്മാരും മേൽക്കുമേൽ കിടക്കുന്ന ആയുധക്കളം. ഒന്നാണ് നാമഖിലം എന്ന അദ്വൈത മന്ത്രമാണ് പാടുന്നത്. മൃത്യുവിൻ്റെ മുമ്പിൽ ആർക്കാണ് ഭേദഭാവന? എല്ലാവരും നാമാകെ ഏകദിശി ചെന്നണവോ എന്ന് പ്രേമം കൊണ്ട് ഒരുമയോടെ ഇരിക്കുന്നു. ആയുധങ്ങളും അവയവങ്ങളും ചിന്നിച്ചിതറി ദ്രുതമായും നിണം മാർന്നൊലിച്ചും എല്ലും മാംസപിണ്ഡവും ചിന്നിയും കാണാൻ വയ്യാത്ത ഭീകര ദൃശ്യം. ഒരു മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനിയായിട്ട് ചേർന്ന കാലം മുതൽ ഇത് എൻ്റെ മുമ്പിലും ഈ ദൃശ്യം ഇങ്ങനെ ഉണ്ട്. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ് എന്നുള്ള ആ തത്വചിന്ത അപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. അന്ന് 18-19 വയസ്സുള്ള കാലമാണ് എനിക്ക്. ഞാൻ മെഡിക്കൽ കോളേജിലെ റിസപ്ഷൻ ഹോളിൽ ചെന്ന് ചേർന്നു. അന്നേ എനിക്ക് ഈ ചിന്ത തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കവി മനോഹരമായ മുഖത്ത് ഒരു സൂര്യപ്രകാശം ഇപ്പോഴും ഉജ്ജ്വലിക്കുന്ന ഒരു രാജാവിനെ കാണുന്നു. ഉടൽ മൂടിയ കട്ടി കൂടിയ മാർച്ചട്ടമേൽ ചാർത്തിയ രത്നം, പുല്ലാണ് പുരുഷന് പോർമൃതി എന്ന് പറയുന്ന ഉല്ലാസകാരിയായ ഒരു മൃദു പുഞ്ചിരി ചുണ്ടിൽ, അടുത്തു തന്നെ ധനുസ്. ഇതാരാണ് എന്ന് ചിന്തിക്കുന്ന കവിയോട് മുനി പറയുന്നു, കർണനിത്, ഇതാണ് കർണൻ എന്ന് പറഞ്ഞു. കവിയുടെ ഉള്ളിൽ നിന്ന് ഹാ എന്നൊരാർത്തനാദം വന്നു. കർണനിൽ കവിക്കുള്ള ഭക്തി ബഹുമാനങ്ങൾക്ക് അതിരില്ല. രാജമാനസൂയ യശസ്സെഴുമപ്പുമാനിൽ തീരാത്ത ഭക്തി ബഹുമാനം എഴുന്നവൻ ഞാൻ. വീരർക്കു വീരൻ, ഉദാരശീലൻ, പൗരുഷഭയോനിധി, സത്യസന്ധൻ, ധർമ്മപഥത്തിൽ നിന്ന് ഒരിക്കലും കാൽ ഇടറാത്ത പുരുഷൻ. ആരാണ് അങ്ങേക്ക് നേർക്കുനേർ
നിർത്താൻ യോഗ്യനായി മറ്റൊരാളുള്ളത് എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്. എല്ലാവരും പറയുന്നുണ്ട് ഭഗവാന് അഭിമാനം കൂടുതലാണെന്ന്. അതിലെന്താ അത്ര അത്ഭുതമുള്ളത്? അഭിമാനം എന്നുള്ള പേര് തന്നെ മറന്നിട്ട് അടിമത്തം നല്ലത് എന്ന് പറഞ്ഞ സാധു ജനങ്ങളാണ് ഭഗവാന്റെ അഞ്ചനുജന്മാരും. ലോകത്തിൽ ഇന്ന് ഭാരതം കിഴിഞ്ഞ നിലയിലാണ്, അസ്വതന്ത്രയാണ്. ധർമ്മപദത്തിൽ ചരിച്ച് സ്വന്തം സ്വഭാവം കൈവിടാതെ ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ട് വിശ്വവന്ധ്യമായ പദത്തിലേക്ക് ഉയരാൻ ദൈവം കനിയട്ടെ എന്ന് കവി പറയുന്നു. സ്വപ്നത്തിൽ കാണുന്ന കർണൻ കവിയുടെ പ്രതീകമാണ്. തനിക്കുണ്ടായതും തൻ്റെ കുറ്റം കൊണ്ടല്ലാത്തതുമായ എല്ലാവിധ നിർഭാഗ്യങ്ങളോടും പടവെട്ടി ധർമ്മപഥത്തിൽ പതറാതെ സത്യസന്ധനായി, അഭിമാനിയായി, ധീരനായി, ഉദാരമതിയായി മുന്നേറിയ പുരുഷൻ. അടിമത്തത്തേക്കാൾ സ്വാതന്ത്ര്യം കാക്ഷിക്കുന്നവൻ, അതിലാളുകൾ അപവാദം പുലമ്പിയാലും കൂസാത്തവൻ, വീരമൃത്യു വരിക്കുന്നതിൽ പുല്ലുപോലെ ആനന്ദിക്കുന്നവൻ. ഇവിടെ ധർമ്മപദം, സത്യസന്ധത, അഭിമാനം ഇവയ്ക്കുള്ള പ്രാധാന്യം സുപ്രധാനമാണ്. ബുദ്ധൻ്റെ പാതയ്ക്കും ധർമ്മപദം എന്നാണ് പേര്. കർണനോട് നാലപ്പാടിന് ചെറുപ്പകാലം മുതലേയുള്ള ഈ ആത്മബന്ധമാണ് അദ്ദേഹം കുട്ടികൃഷ്ണമാരാരിലേക്ക് പിന്നീട് സംക്രമിപ്പിച്ചത്. ഓരോ മനുഷ്യാത്മാവും ഓരോ കർണൻ തന്നെയാണ്. യുദ്ധക്കളത്തിലെ കെടുതികൾ കണ്ട് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു. സ്വപ്നത്തിലായാലും ഉണർച്ചയിലായാലും യുദ്ധം മനുഷ്യനെ അഹിംസയിലേക്ക് തിരിക്കുന്നു. യുദ്ധത്തിനെതിരായ സമാധാന സന്ദേശം പാടാൻ നിർബന്ധിക്കുന്നു. ആദ്യമായി യുദ്ധം കണ്ടെത്തിയ മനുഷ്യൻ, അത് ആരായാലും ശരി, അയാളുടെ ജന്മത്തിൽ ഹൃദയമുള്ളവർ, അയ്യോ എന്തിനാ അത് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയത് യുദ്ധം, ആ മണ്ണിൽ ആര് തടരുന്നൊരു വസ്തു തീർത്തു, അടരുന്ന യുദ്ധം. നാമപ്പുമാൻ്റെ ജനിയത്ര ശപിക്കിലാവും എന്നാണ് ഹിതകാരിത്വം എന്ന കവിതയിൽ. ആ കവിതയിൽ ധാരാളം ബുദ്ധമത സ്വാധീനമുള്ള കവിതയാണ് അതിൽ എഴുതിയിട്ടുണ്ട്.